ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് വെച്ചിട്ട്, നമ്മുടെ പച്ചക്കൊഞ്ച് വെച്ചിട്ട് മാങ്ങയും മുരിങ്ങയും ഇട്ട് തേങ്ങ അരച്ചുള്ള കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. ഒരു തനി നാടൻ റെസിപ്പിയാണ്. കഴിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്, എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ, ഒരു കുഞ്ഞു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഫ്യൂച്ചറിൽ ഇടുന്ന എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഏകദേശം ഒരു 20 മുതൽ 25 വരെ കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് ചെറിയ കൊഞ്ചുമല്ല, നല്ല വലിയ കൊഞ്ചുമല്ല, മീഡിയം ടൈപ്പ് കൊഞ്ചാണ്. 20നും 25നും ഇടയ്ക്കുള്ള അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൊഞ്ചിട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ആ കൊഞ്ചിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് കൊഞ്ചാണെങ്കിൽ 20 മുതൽ 25 വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം അത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടുന്നത് മാങ്ങ, അതുപോലെ തന്നെ മുരിങ്ങ. ഇഷ്ടമുള്ളവർക്ക് മുരിങ്ങ ആഡ് ചെയ്യാം. അപ്പോൾ മുരിങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൊഞ്ച്, അത് തേങ്ങ വേണം, നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങ വേണം. പിന്നെ നമുക്ക് മസാലയാണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കൊഞ്ച് നമ്മൾ ക്ലീൻ ആക്കി വെക്കണം നല്ലപോലെ. അതിൻ്റെ തല, വലിയ കൊഞ്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ തല കൂടി എടുക്കാം കേട്ടോ. തല നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തല കൂടി ഇടാറുണ്ട്. പലർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ്. അപ്പോൾ കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ മോൾ ഭാഗത്ത് നൂല് പോലെയുള്ള ഒരു കറുത്ത പോർഷൻ ഉണ്ട്, അത് ഇളക്കി കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് വയറൊക്കെ വേദനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അതൊന്ന് റിമൂവ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാലൻസ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ അളവും മുളക് പൊടിയുടെ അളവും നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യുക. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് സ്വല്പം ഉലുവാപ്പൊടിയുടെ അളവ് കൂടരുത്, കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് വരും. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോളയുടെ പീസ്, ഒരു ചെറിയ പീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ മീൻകറിക്കൊക്കെ അരയ്ക്കുമല്ലോ, അതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ച് അരയ്ക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. മീൻകറിയുടെയൊക്കെ ആ ഒരു പരുവുണ്ടല്ലോ, അതുപോലെ അരച്ചെടുക്കുക. അത്യാവശ്യം നന്നായി അരയണം. എന്നിട്ട് നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം പോലെ ആക്കി കളയരുത്, എന്നാൽ ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അരപ്പൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് മാങ്ങയൊക്കെ അരിഞ്ഞു വെക്കണം. മാങ്ങയും മുരിങ്ങയൊക്കെ. ഇപ്പം ഞാൻ മുരിങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു മാങ്ങ, മീഡിയം ടൈപ്പ് മാങ്ങയാണ്, ഒരു മാങ്ങ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കോണം കേട്ടോ. ഇത്ര ആഡ് ചെയ്യണം എന്നില്ല. എന്നിട്ട് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മുരിങ്ങ ഉണ്ടെങ്കിൽ ഈ സമയത്ത് മുരിങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം വലുപ്പമുള്ള പീസസാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഒന്നുകിൽ 2ആയിട്ട് കട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 1/4 ഭാഗം വരെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളങ്ങ് ഇളക്കി 2 പീസാക്കി ഇടണം എന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അരപ്പൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ആ സമയത്താണ് നമ്മൾ കൊഞ്ച് ആഡ് ചെയ്യുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ബ്ലാക്ക് പോലെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ ഒരു നൂല് പോലെ ഉണ്ടാവും. അത് നമ്മൾ ഇളക്കി മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ പലർക്കും വയറ് വേദനിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്.
അപ്പോൾ അത്യാവശ്യം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കൊഞ്ച് ഉണ്ടല്ലോ, ഇത്രയുള്ള കൊഞ്ചാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 22 എണ്ണമൊക്കെ ഉണ്ട്, ഞാൻ എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 മുതൽ 25 വരെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൊഞ്ചിട്ടാലും ആ കറിക്ക് ആ കൊഞ്ചിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് സിമ്മിൽ വെക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോഴാണ് ഫ്ലെയിം കുറച്ച് വെക്കേണ്ടത്. ആദ്യം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം അത്യാവശ്യം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ആ കൊഞ്ച് വെന്ത് കിട്ടണം നമുക്ക് നന്നായിട്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തിടണം. കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 ചെറിയ ഉള്ളി നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോള, കുറച്ച് മതി, ഒരു 1/4 ഭാഗം സവോള മതി. കനം കുറച്ച് അരിഞ്ഞത്, കുറച്ച് വറ്റൽമുളകും കൂടി, നമുക്ക് 2 വറ്റൽമുളകും മതി, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഈ കടുക് വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആഡ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ സവോളയേക്കാൾ. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ മതി. ആ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുക. ഒന്നുമില്ല, ജസ്റ്റ് കടുകും ഉള്ളിയും വറ്റൽമുളകും, ഒരു 2 വറ്റൽമുളകും മതി. ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ചെറിയ ഉള്ളിക്കനം കുറച്ച് അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് വറുത്തിട്ടതിന് ശേഷം അധികം നേരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല മണമാണ് കേട്ടോ ഈ കറിക്ക്, ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. കൊഞ്ചിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന മസാലയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി, കുറച്ച് കൂടുതൽ കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊഞ്ചൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി, അതിനനുസരിച്ച് ചെയ്യുക. ചിലർക്ക് കൊഞ്ചൊക്കെ അലർജി ഉണ്ടാവും, അതുകൊണ്ടാണ് വയറുവേദനിക്കുന്നതൊക്കെ, അങ്ങനെയുള്ള ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. ആ ഒരു ബ്ലാക്ക് പോർഷനൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അതിനടുത്ത് ഒരു കുഞ്ഞ് ബെൽ ഐക്കൺ വരും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഫ്യൂച്ചറിൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഇട്ടിരുന്ന വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഫ്യൂച്ചറിലുള്ള വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുമ്പോട്ടുള്ള നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുന്നതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഫ്യൂച്ചറിൽ ഞാൻ നേരത്തെ ഇട്ടിരുന്ന വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.